അഡ്വക്കേറ്റ് മനോജ് പാല, ഈ ജനസൗഹൃദ പോലീസ് എന്നത് പോലീസിന്റെ അധികാരം കുറയ്ക്കുന്നതാണോ അതോ അധികാര പ്രയോഗത്തിന് വേണ്ടി കൂടുതൽ ഉത്തരവാദിത്വം നൽകുന്നതാണോ? എന്താണ് താങ്കളുടെ ഒരു നിരീക്ഷണം? അല്ല, പോലീസിന്റെ ജനസൗഹൃദ പോലീസ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും പോലീസിന്റെ അധികാരം കുറയ്ക്കുകയല്ല. പോലീസ് ജനങ്ങളുമായിട്ട് വളരെ അടുത്ത് നിൽക്കുന്ന ഒരു സംവിധാനമാണ്. സാധാരണക്കാർക്ക് എപ്പോഴും ഈ പോലീസ് സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ വളരെ ഭീതിയോടെ കാണുന്ന ഒരു കാലഘട്ടം. ഇപ്പം ഒരു ന്യൂജൻ സംവിധാനമൊക്കെ നമ്മൾ പറഞ്ഞെന്ന് പറഞ്ഞാലും ആളുകൾക്ക് പോലീസ് സ്റ്റേഷനിലോട്ട് പോകാനും പോലീസുമായിട്ട് അപ്രോച്ച് ചെയ്യാനും വളരെ ഒരു ഇതുവരെ മാറിയിട്ടില്ല. നമ്മൾ എന്തെല്ലാം ജനസൗഹൃദപരമായ സംവിധാനങ്ങൾ നമ്മൾ പോലീസ് സ്റ്റേഷനിൽ ജനമൈത്രി പോലീസും പോലീസ് തന്നെ ഈ ജനമൈത്രി പോലീസൊക്കെ ജനങ്ങളിലേക്ക് ഇറങ്ങി ചെന്നുകൊണ്ട് ഇപ്പോൾ ഈ നമ്മുടെ എല്ലാ റെസിഡൻസ് അസോസിയേഷനും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നിരന്തരം പോലീസുമായിട്ടൊരു ഇന്ററാക്ഷൻ ഇപ്പൊ നടക്കുന്നുണ്ട്. അല്ല, മുൻപൊക്കെ നിങ്ങളെ പോലുള്ള വക്കീലന്മാരില്ലാതെ പലർക്കും പോലീസ് സ്റ്റേഷനിലേക്ക് പോകാൻ ധൈര്യമില്ലായിരുന്നു. അല്ല, ഇപ്പൊ കുറച്ചൊക്കെ ആയിരുന്നുണ്ട്. ഇപ്പോഴും കൂടുതലാണ് വക്കീലന്മാരുടെ ആവശ്യം ഉണ്ട് കേട്ടോ. വക്കീലന്മാരുടെ പിന്നെ ചില പോലീസ് സ്റ്റേഷനിലൊക്കെ ചില ഉദ്യോഗസ്ഥന്മാർ വളരെ മോശമായിട്ട് സംസാരിക്കുന്ന ആളുകളുണ്ട്. പക്ഷെ ഭൂരിഭാഗം പോലീസുകാരും ഉദ്യോഗസ്ഥരും വളരെ മാന്യമായിട്ട് ഇടപെടുന്ന, ഇവിടെ പോലീസുമായിട്ട് നിരന്തരം ഇന്ററാക്ട് ചെയ്യുന്ന ഒരാളെന്നുള്ള നിലയിൽ വളരെ നല്ല രീതിയിലുള്ള ഇടപെടലാണ് പോലീസിനുള്ളത്. പിന്നെ ഇപ്പോ ഈ SI-മാർക്ക് ഒരു ചാർജ് കൊടുത്ത് വളരെ നല്ല കാര്യമാണ്. എന്ന് വെച്ചാൽ ഈ പലർക്കും പല അഭിപ്രായം ഉണ്ടെങ്കിൽ പോലും SI-മാർക്ക് ചാർജ് കൊടുക്കുന്നല്ല. ഇപ്പോ നേരത്തെ CA-മാരെ അല്ല, SI-മാരായിരുന്ന ആളുകളെ എല്ലാം പ്രൊമോട്ട് ചെയ്ത് CA-മാരാക്കിയിട്ട് അവർക്ക് ഓരോ പോലീസ് സ്റ്റേഷനും ചാർജ് കൊടുത്തുകൊണ്ട് അവർക്ക് കിട്ടിയ ഗുണം എന്ന് വെച്ചാൽ അവർക്ക് പെട്ടെന്ന് ഒരു സ്റ്റെപ്പ് പ്രൊമോഷൻ പെട്ടെന്ന് കിട്ടി എന്നുള്ളതല്ലാതെ ബാക്കി അന്നേരം അവരുടെ കീഴിൽ വരുന്ന ഈ ഉദ്യോഗസ്ഥന്മാര് SI-മാരായിട്ട് വരുന്നവര് പ്രൊഫഷണൽ ആദ്യം വരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ SI-മാരായിട്ട് SI-മാരായിട്ട് പോസ്റ്റിംഗ് ഉണ്ടെങ്കിൽ പോലും അവർക്ക് കൃത്യമായിട്ട് ജോലി ചെയ്യാനോ കൃത്യമായിട്ട് ഇതൊന്നും ഈ ഒരു ഗൈഡ് ലൈൻസ് കിട്ടുന്ന ഒരു അതുപോലെ തന്നെ കേസ് അന്വേഷിക്കാനോ ഒക്കെ ഉള്ള സംവിധാനമില്ല. അതുപോലെ തന്നെ CA-മാരും കൃത്യമായിട്ട് കേസ് അന്വേഷിക്കുക, അത് SI ചെയ്തോളൂല്ലോ എന്ന് ഇവർ തമ്മിലുള്ള ഒരു കോൺഫ്ലിക്റ്റ് നമ്മുടെ ഈ പോലീസ് സ്റ്റേഷനിൽ മൊത്തം ഉണ്ടായിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു തർക്കം, ഇത് ആര് ചെയ്യണം എന്നുള്ള തർക്കം. ഞാനാണ് വലുത്, CA പറയും ഞാനാണ് വലുത്, അതുകൊണ്ട് നീ അന്വേഷിക്കും. അത് CA അല്ല, CA അന്വേഷിച്ചോളൂല്ലോ എന്ന് പറയുന്ന ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ഇപ്പൊ ഈ SI എന്ന് പണ്ട് നമ്മുടെയൊക്കെ ചെറുപ്പകാലത്ത് ഒരു സ്മാർട്ടായിട്ടൊരു SI എവിടെ വന്നു കഴിഞ്ഞാൽ SI ആണ് ആ നാട് ഭരിക്കുന്നത്, മൊത്തം SI എല്ലാവർക്കും പേടിയായിരുന്നു. ആ ഒരു കാലഘട്ടത്തിൽ നിന്നല്ലേ ഇപ്പം മാറി. പക്ഷേ പോലീസിനെ പേടി വേണം. പോലീസിനെ പേടിയില്ലെങ്കിൽ കാലില്ലാത്ത കാലം എന്ന് നമ്മൾ കേട്ടിട്ടില്ലേ? ആ ഒരു അവസ്ഥയിലേക്ക് വരും. വെച്ചാൽ പോലീസിനെ പേടിയില്ലെന്നുണ്ടെങ്കിൽ സർവ്വ ഗുണ്ടകളും അഴിഞ്ഞാടുന്ന ഒരു അവസ്ഥയിലോട് കാര്യങ്ങൾ വരും. ഇന്നലെ തന്നെ ഒരു വക്കീലിന് എറണാകുളത്ത് ഒരു വക്കീല് ഒരു കേസിൽ അപ്പിയർ ചെയ്തു, ഗുണ്ടകൾക്കെതിരായിട്ട് അങ്ങനെ ഒരു കേസിൽ അപ്പിയർ ചെയ്തു എന്ന് പറഞ്ഞു ആ വക്കീലിന്റെ വീട്ടിൽ ആ വക്കീലിന്റെ അച്ഛനെ കുത്തി പരിക്കേൽപ്പിച്ച ഒരു സംഭവം ഇതിന്റെ എറണാകുളത്തുണ്ടായിരുന്നു. ഇതൊക്കെ നമ്മുടെ കേരളത്തിൽ ഉണ്ടാവുകയാണ്. ഇതിനൊക്കെ പ്രത്യേകിച്ച് ഒരു മാറ്റം ഉണ്ടാകണം. ഗുണ്ടകൾക്ക് ഒരു വിഹരിക്കുന്ന ഒരു സംവിധാനം മാറിയിട്ട് പോലീസിനെ യഥാർത്ഥ പോലീസ് എന്താണെന്നുള്ളത് കാണിച്ചു കൊടുക്കുന്ന തരത്തിലുള്ള അങ്ങനെയുള്ള നല്ല ചുറുചുറുക്കുള്ള നല്ല ചെറുപ്പക്കാരായിട്ടുള്ള ഫസ്റ്റ് പോസ്റ്റിംഗ് കിട്ടുമ്പോൾ ആദ്യമായിട്ട് വരുമ്പോഴത്തേക്ക് ഒരു നാട് നന്നാക്കണം എന്നൊരു തോന്നൽ ഈ നമുക്ക് പെട്ടെന്ന് ആ ഫസ്റ്റ് പോസ്റ്റിംഗിലുണ്ടാവും. ഒരു 10 വർഷമൊക്കെ എക്സ്പീരിയൻസ് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് വലിയ കാര്യം ഇവർക്കും ഉണ്ടാവും. അപ്പോ പുതിയ പദ്ധതി പോലീസിനൊരു തിരിച്ചടി ആവാനുള്ള സാധ്യത ഉണ്ടെന്നാണോ അങ്ങ് പറയുന്നത്? ഈ പുതിയ പദ്ധതി, അതായത് അത്രയേറെ സൗഹൃദപരമായിട്ടുള്ള ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുക എന്ന് പറയുമ്പോൾ അത് പോലീസിന് ഏതെങ്കിലും തരത്തിൽ തിരിച്ചടി ആവുമെന്നാണോ കരുതുന്നത്? ഇല്ല, ഒരിക്കലും. ഇത് വളരെ നല്ല തീരുമാനമാണ്. SI-മാർക്ക് SHOയുടെ ചാർജ് കൊടുത്ത് വളരെ നല്ല കാര്യം. അതുപോലെ തന്നെ ലേഡീസിന് വനിതാ SI-മാരെ പോസ്റ്റ് ചെയ്തതും വനിതാ SHOമാരെ പോസ്റ്റ് ചെയ്തതും വളരെ നല്ല കാര്യമാണ്. വെച്ചാൽ നല്ല എഫിഷ്യന്റ് ആയിട്ട് ജോലി ചെയ്യുന്ന ഒരുപാട് വനിതകളുണ്ട്. എന്ന് വെച്ചാൽ പ്രത്യേകിച്ച് പുരുഷന്മാരെക്കാൾ കൂടുതൽ ലേബിൾ ആയിട്ടുള്ള, എന്ന് വെച്ചാൽ എന്തൊരു ഒരു പുരുഷന്മാരെക്കാൾ കരുത്തുണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ ഏത് കാര്യത്തിനും മുന്നിട്ടിറങ്ങാനും ഒരു കാര്യത്തെ ഒരു കേസ് അന്വേഷിക്കുമ്പോഴാണല്ലോ ഒരുത്തിനെ ഓടിച്ചിട്ട് പിടിക്കാനും ഒക്കെ ഉള്ളൊരു അത്ര ഒരു കായികപരമായിട്ട് കുറച്ച് കുറവാണെങ്കിൽ പോലും ബാക്കി അതൊരു മനോധൈര്യം ഉള്ള ഒരുപാട് വനിതകൾ നമ്മുടെ പോലീസ് ഫോഴ്സിലുണ്ട്. അവരുടെയൊക്കെ നമുക്ക് ഉപയോഗിക്കുക എന്നുള്ളതാണ് വളരെ നല്ലൊരു കാര്യം. എന്നുവെച്ചാൽ പ്രത്യേകിച്ച് ഗസ്റ്റ് ആയിട്ടിരിക്കും മുഴുവൻ കാര്യങ്ങളും A to Z കാര്യങ്ങൾ നമ്മൾ സ്വന്തമായിട്ട് അറിയണം, സ്വന്തമായിട്ട് ചെയ്യണം. എല്ലാ കാര്യങ്ങളും നമ്മളിലൂടെ പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാകുമ്പോൾ അത് നമുക്ക് പെട്ടെന്ന് കാര്യങ്ങൾ പഠിക്കുവാനും ബാക്കിയുള്ള പിന്നെ CA ഒക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് പ്രത്യേകിച്ച് കാര്യങ്ങൾ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് അറിയാം. ഇപ്പം SI-മാർക്കൊന്നും ഞാൻ കൂടുതൽ കാര്യങ്ങളൊന്നും ചെറിയ കേസുള്ളൂ. വലിയ പോക്സോ കേസുകളൊക്കെയാണല്ലോ CA-ക്ക് അന്വേഷിക്കാനുള്ളത്. അവിടെ 3 നോട്ട് കേസുകളൊന്നും SI അന്വേഷിക്കേണ്ട കാര്യമില്ല. അപ്പം ചെറിയ കേസുകളൊക്കെ അന്വേഷിക്കാൻ മാത്രമേ ഈ SI-ക്ക് അധികാരമുള്ളപ്പോൾ നമുക്ക് ലോ ആൻഡ് ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യാനും ഒരു സ്ഥലത്ത് പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യാനും ഒക്കെ ഉള്ള ഒരു സംവിധാനം നമുക്ക് ഈ SI-മാർക്ക് SHOയുടെ ഈ ചാർജ് കൊടുത്തതുകൊണ്ട് വളരെ ഗുണകരമാണ് കേരള പോലീസിന് എന്നുള്ള അഭിപ്രായം. ശരി.